വളാഞ്ചേരിയിൽ വിപുലമായ പരിപാടികളോടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അണിനിരന്ന ശോഭായാത്രയിൽ നിരവധി പേർ പങ്കാളികളായി. വ്യത്യസ്തമായ പരിപാടികളുമായി വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ വളാഞ്ചേരിയിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമാക്കി. ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അണിനിരന്ന ശോഭായാത്രയിൽ നിരവധി പേരാണ് പങ്കാളികളായത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നായി എത്തിയ ഘോഷയാത്ര വളാഞ്ചേരി സെന്ററിൽ വെച്ച് സംഗമിച്ചു. തുടർന്ന് കുട്ടികളുടെ നൃത്തനൃത്യങ്ങളും അരങ്ങേറി. നഗരപാതകളും ഗ്രാമവീഥികളും ഗോകുലമാക്കി കുരുന്നുകൾ ഉണ്ണിക്കണ്ണന്റെ ലീലകളാടി. ശബലക്ഷൽ സൂര്യ തേജസ്സോടുകൂടി നടനമാടി നിൽക്കുന്ന ഉണ്ണിക്കണ്ണന്റെ ജന്മദിനം ഭാരതമൊട്ടാകെ അതിമനോഹരമായി ആചരിക്കപ്പെടുന്നു. ധർമ്മസ്ഥാപനത്തിനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ച പുണ്യദിനമാണ് അഷ്ടമിരോഹിണി. അഹങ്കാരം പത്തിവിടർത്തിയ കാളിന്തിയിൽ അധർമ്മം പോർവിളി മുഴക്കിയ കുരുക്ഷേത്ര ഭൂമിയിൽ വിജയത്തിന്റെ ശംഖുലി മുഴക്കിയ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനം ആഘോഷമാക്കുകയായിരുന്നു ഏവരും. സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും സന്ദേശമുയർത്തുന്നതാണ് ഓരോ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളും. പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന സന്ദേശമുയർത്തിയാണ് ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടന്നത്. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും നടന്നു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.